ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നാടോടി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തോന്നി അച്ചൻകോലിലേക്ക് ഒരു ബൈക്ക് ട്രിപ്പ് പോയാലോ. അപ്പം ഞാനിപ്പം രാവിലെ ഒരു 10 മണിയാകുമ്പോൾ കോഴഞ്ചേരി വരെ ആയിട്ടേ ഉള്ളൂ. വെളുപ്പിന് ഒരു 6 മണിക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ നടന്നില്ല. അപ്പം ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. കുറേ ദിവസം കൊണ്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പണി കൊണ്ടും നമുക്ക് വേറെ കുറച്ച് പ്രോഗ്രാമുകളൊന്നും നമുക്ക് നടക്കുന്നില്ല. ഹോട്ടലിൽ പോയാലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം ഇന്നെന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് അച്ചൻകോവിലോട്ട് ഒരു ബൈക്ക് ട്രിപ്പ് പോയാലോ വെച്ചു. അപ്പം കൂട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഒരു ഫ്രണ്ട്സിന് വരാൻ ബുദ്ധിമുട്ട് ആ റൂട്ടായതുകൊണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ തന്നെ പോയേക്കാം, ഒരു സോളോ ട്രിപ്പ് പോകാട്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ ഞങ്ങളുടെ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പം അയ്യോ ഒരു ബസ് പോയണ്ടോ, എൻ്റെ പൊന്നെ ഇവന്മാർ കൊല്ലപ്പെടുത്തുനിന്ന് ഇറങ്ങിയേക്കുവാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. അപ്പം കുറച്ച് പോരായ്മകൾ കാണും. അപ്പം തുടക്കമായിട്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക, എന്നാലേ പുതിയ പുതിയ വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ കോന്നി ഫോറസ്റ്റിൻ്റെ വഴിയിലോട്ട് കയറി ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലേ കയറി നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വന്ന വഴിയിലും ഈ റോഡ് വ്യത്യാസം കൊണ്ട് അതല്ല, റോഡ് രണ്ട് സൈഡിലും തേക്ക് നിൽക്കുന്നു. അപ്പം ഒരു മനസ്സിന് സന്തോഷം എന്ന് പറയുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒരു ട്രിപ്പ് അടിക്കുക, അല്ലാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്യുക, അതൊക്കെ ചെയ്യുകയല്ലേ പിള്ളേരെല്ലാം ജോലി. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പം മാക്സിമം ട്രിപ്പ് ഒന്ന് പോവുക, എവിടെയെങ്കിലും ഒന്ന് കറങ്ങാം. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ, നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങൾ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത് ഒരു യാത്ര പോയി നമ്മുടെ മൈൻഡ് നേരെയാവും. അപ്പം പുതിയ പുതിയ എന്തെങ്കിലും ആശയം കിട്ടും. അപ്പം അത് വെച്ച് മുന്നോട്ട് പോകുക, അല്ലാതെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം വെച്ചാൽ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ പത്രത്തിലും ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോ സ്ഥലം സൂയിസൈഡ് ചെയ്യുന്നതും ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ കാണത്തുള്ളൂ, അവരുടനെ പോയി സൂയിസൈഡ് ചെയ്യുകയാണ്. അപ്പം ഇപ്പോൾ ഇത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റോഡാണ് കോന്നി അച്ചൻകോവിൽ റോഡ്. മാക്സിമം ഒറ്റയ്ക്ക് വരാൻ തന്നെ ശ്രമിക്കുക. പിന്നെ ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറേ ദൂരം ചെല്ലുമ്പോൾ നമുക്ക് പേടി വരും, കാരണം അതുപോലെ ഓഫ് റോഡാണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കുറേ ടെൻഷനും വരും, കാരണം വണ്ടിക്ക് കൊള്ളാൻ പറ്റുമോ എന്നുള്ളൊരു പേടി വരും. അപ്പം ഇവിടെ മുതലാണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ചെക്കിംഗ് ഉണ്ട്. രാവിലെ 6 മണിക്ക് കണ്ട് ഓപ്പൺ ആകത്തുള്ളൂ, നൈറ്റ് ഇതിൽ വിടത്തില്ല ആരെയും. അപ്പം മാക്സിമം ഒരു 6 മണി, വെളുപ്പിന് ഒരു 6 മണിക്ക് തന്നെ വരിക. പക്ഷേ അതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഞാനിപ്പോൾ ഒരു 5-6 വട്ടം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പ്രത്യേകതയാണ് റോഡിന്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ രീതിയാണ്. ഈ ക്ലൈമറ്റ് ആണെങ്കിലും ഇതുപോലെ വ്യൂ ആണെങ്കിലും പ്രത്യേകത. മാക്സിമം ഇപ്പം വരുവാണെങ്കിൽ നല്ലതായിരിക്കും, ഒറ്റയ്ക്ക് തന്നെ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൂട്ടും കൂടി വരുവാണെങ്കിൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വണ്ടിക്കുള്ള പ്രശ്നം വരുമോ വല്ലതും ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ റോഡിന് വീതി കുറവാണ്. റോഡിന് വീതിയിലെത്തുന്നത് ബൈക്കിന് തന്നെ വരുന്നതല്ല. കാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അച്ചൻകോവിൽ റോഡ് കയറുമ്പോഴേ ഓഫ് റോഡാണ്, വണ്ടിയുടെ അടിവശമൊക്കെ നല്ല രീതിയിൽ തട്ടും. പിന്നെ ജീപ്പാണേലേ പറ്റത്തുള്ളൂ, കാരണം അതേപോലെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. പിന്നെ പോകുന്ന വഴിക്ക് കുറേ ആനപ്പിണ്ടം കാണും. റോഡ് ഭയങ്കര സ്മെല്ലാണ്. ഈ ആന അടുത്ത് വരുമ്പോൾ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ലുണ്ട്, നമ്മൾ പേടിച്ചു. ഇതാണ് മറ്റേ കല്ലേലി അമ്പലമാണിത്, കല്ലേലി അമ്പലം. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പം നമ്മുടെ ശബരിമലയിലെ അയ്യപ്പന്മാരൊക്കെ വന്ന് ഇവിടെ വന്ന് തൊട്ടും എല്ലാവരും ഞായറാഴ്ച ആയതുകൊണ്ട് മാക്സിമം എല്ലാവരും വന്ന് തൊഴുതിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. ഭയങ്കര തിരക്കാണ് കല്ലേലി അമ്പലം. തൊട്ടപ്പുറത്താണ് അമ്പലം. ഇപ്പം പോകുമ്പോൾ കാണാം പണ്ട് റോഡിൻ്റെ പ്രത്യേകതയുണ്ട്, രണ്ട് സൈഡിലും തേക്ക കാട് ഭയങ്കര. ഞാൻ അമ്പലത്തോട്ട് കയറണം എന്ന് വിചാരിച്ചു, പക്ഷേ താഴോട്ട് നോക്കി, തോട്ടേക്ക് ഭയങ്കര തിരക്കാണ്. ലെഫ്റ്റ് സൈഡിലാണ് അമ്പലത്തിൻ്റെ ഭയങ്കര തിരക്കാണ് താഴോട്ട്. അപ്പം പിന്നെ വിചാരിച്ചെന്നാൽ വേണ്ട, കയറണ്ട, നേരെ പോവാം. നേരെ പോയിട്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ചില പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളിനി പരിഹരിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് കണ്ടോ? ഓക്കെ. അമ്പലത്തിലെ തിരക്ക് കണ്ടോ? ഭയങ്കര ആളാണ് ഇവിടെ, നല്ല ബ്ലോക്കാണ്. റോഡിന് വീതിയില്ലല്ലോ. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം തിരക്ക്. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നിട്ട് അങ്ങനെ തിരക്കൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം ഓഫറാണ് കൊണ്ടിരുന്ന വഴിയെല്ലാം. ഇതുകൊണ്ടോ കുറേ തേക്കിൻ്റെ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. എത്ര ലക്ഷം രൂപ സാധനമൊക്കെ. പിന്നെ ഇടയ്ക്ക് ബസ് കൂടുന്നുണ്ട്. ഇതുപോലെ ബസ് KSRTC വരുന്നത് ജസ്റ്റ് സ്ഥലമുള്ളൂ, തുള്ളി സ്ഥലമുള്ളൂ. നമുക്ക് ഈ റോഡിൽ പ്രത്യേകിച്ചാൽ നമുക്ക് നല്ലോണം കണ്ടുകൊണ്ട് പോകണല്ലോ, നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടും.
ഒരു തണുപ്പുമുണ്ട്. ചൂടൊന്നും അറിയാനേ ഇല്ല, ഇത്രയും ചൂടടിച്ചിട്ട് ചൂട് അറിയാനില്ല. അപ്പം മനസ്സിന് സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഇങ്ങനെ യാത്ര പോലുള്ള നമുക്ക് കുറച്ച് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ അച്ചൻകോലിലോട്ട് നമ്മൾ കയറുന്നത്. കണ്ടോ, ഇവിടുന്ന് കല്ലൽ റൂട്ടിൽ നിന്ന് ഇവിടുന്ന് നേരെ പോകണം. നേരെ പോകുമ്പം കണ്ടോ ഈ റോഡിൻ്റെ പ്രത്യേകത നോക്കി, ഓഫ് റോഡാണ്. ഈ ഞാൻ 1-2 വട്ടം വന്നത് കണ്ടോ എന്ത് പറ്റും. ഞാൻ 1-2 വട്ടം വന്നത് നമ്മുടെ CDLX അല്ലേ, എൻ്റെ CDLXിലാണ് വന്നിരുന്നത്. അതിൽ അടിയൊന്നും ഇടിക്കൂല, പക്ഷെ എല്ലാവരും ചോദിച്ചു എങ്ങനെ പോയി അതിലൊക്കെ പോകാൻ പറ്റുമോ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇത്രയ്ക്ക് നടുപോത്തില്ലേ. പക്ഷെ ഞാൻ അടിമാലിയൊക്കെ ഇവിടുന്ന് കോട്ടയം ടു അടിമാലിയൊക്കെ ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിലാണ് CDLX പോകുന്നത്. അപ്പോൾ 100 കിലോമീറ്റർ, 120 130 കിലോമീറ്ററിൽ അതൊക്കെ വെട്ടിയിരിപ്പ് ഞാൻ ഓടിച്ചു. എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇതിപ്പോൾ യൂണിക്കോണാണ്. അപ്പം കുഴപ്പമില്ല, നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് പോവാം. ഒരു മനസ്സുണ്ടായാൽ മതി. പിന്നെ ഒന്ന് സൂക്ഷിക്കുക, ഒന്ന് പതിയെ പോവുക, സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. മാക്സിമം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുക, ലൈഫ് ഒന്ന് ചില്ല് ചെയ്യുക. നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. അതല്ലാതെ നമ്മളിതെല്ലാം കണ്ടു കേട്ട് ഇത് നമ്മുടെ കാടിൻ്റെ ഭംഗിയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ സ്വന്തമാണല്ലോ കേരളം. ഇതുപോലെ കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സ്ഥലങ്ങൾ കാണുക, പോവുക. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അങ്ങ് പോയേക്കണം. പൈസയൊക്കെ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിനല്ലേ പോകുന്നത്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പൈസയൊക്കെ വിൽക്കുന്ന ഒരു നാളെ പോകാൻ പറയാനൊക്കത്തില്ല. എന്നിട്ട് ഈ ആകാശം കണ്ടോ എന്ത് രസമാണ് ഇങ്ങനെ കാണാനായിട്ട്. അത്രയ്ക്ക് വ്യൂ ആണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കൊക്കെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. കുറേ പോരായ്മകളുണ്ട്. ചുമ്മാ അതിങ്ങനെ ഓടിച്ചു പോവുക, കുറേ മൈൻഡിലെ പ്രശ്നങ്ങൾ മാറ്റുക, ഒന്ന് റിലാക്സ് ആകുക, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ യാത്രകൾ പോവുക. ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം വ്യൂസൊക്കെ ഒന്ന് ആയാലല്ലേ നമുക്ക് ഇതത്തുള്ളൂ. എൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ല, ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് എന്നാലും ഞാൻ ചാനൽ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മോട്ടിവേഷൻ കിട്ടിയതെല്ലാം പ്രശ്നമായിപ്പോയി. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.
ചേട്ടാ അച്ഛൻ വഴി ഇതല്ലേ?